ദൈവദാസന്മാർക്ക് വേണ്ടി വിചാരപ്പെടുമ്പോൾ ഫിലിപ്പിയർ 4:10 ആസ്പദമാക്കി നമ്മുടെ ചിന്ത ഒന്ന് തുറക്കുമ്പോൾ, നമ്മുടെ ചിന്താമണ്ഡലം തുറക്കുമ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് നമ്മുടെ ചിന്ത പോകുന്നു. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു. വെറും മീൻപിടുത്ത തൊഴിലാളികളായ ആദിമ ശിഷ്യന്മാർ വലിയ കുലമഹിമയുള്ള യഹൂദന്മാരുടെയൊക്കെ വീടുകളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും ഈ പത്രോസിനെയും ഈ യാക്കോബിനെയും ഈ യോഹന്നാനെയും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, റിസീവ് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയാണെങ്കിൽ, അവർക്ക് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, അവർക്കൊരു ഗ്ലാസ് നാരങ്ങ വെള്ളമോ ചായയോ കോഫിയോ ഒരു ബിസ്ക്കറ്റോ ഒരു ബർഗറോ കൊടുക്കുകയാണെങ്കിൽ, ഒരു ലഞ്ചിനെ വിളിക്കുകയാണെങ്കിൽ, ഒരു ഡിന്നറിനെ വിളിക്കുകയാണെങ്കിൽ, ഒരു ഷർട്ട് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ, ഈ വാക്യം ഓർമ്മയിൽ വരട്ടെ: നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച പിതാവായ ദൈവത്തെയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ ഇതാ ഒരവസരം. ആ അവസരമാണ് സുവിശേഷകനെ കൈക്കൊള്ളുക എന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷകന് വേണ്ടി, ഒരു നോർത്ത് ഇന്ത്യയിലെ മിഷണറിക്ക് വേണ്ടി വിചാരപ്പെടുമ്പോൾ നിങ്ങൾ കർത്താവിനെ ആണ് ഓർക്കുന്നത്, പിതാവിനെയാണ് ഓർക്കുന്നത്, കർത്താവിൻ്റെ സഭയെയാണ് ഓർക്കുന്നത്, കർത്താവിൻ്റെ പദ്ധതിയെയാണ് ഓർക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ, നാം ദൈവദാസന്മാരുടെ പേരോ അവരുടെ മുഖമോ അവരുടെ കുടുംബമോ അവരുടെ ഭംഗിയോ അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ കുലമഹിമയോ ഒന്നും അധികമായിട്ട് ചികഞ്ഞ് നോക്കണ്ട. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവദാസന്മാരെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതിനകത്ത് അല്പം വ്യാജന്മാരുണ്ട് എന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. എങ്കിലും അതെല്ലായിടത്തുമില്ലേ? ഡോക്ടർമാരിൽ വ്യാജന്മാരുണ്ടല്ലോ, അച്ഛന്മാരിലും ഉണ്ടല്ലോ, പൂജാരിമാരിൽ ഉണ്ടല്ലോ, മന്ത്രിമാരിൽ ധാരാളമുണ്ടല്ലോ. എന്നാൽ എല്ലാവരെയും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നാം ദൈവദാസന്മാർക്ക് വേണ്ടി വിചാരപ്പെടുമ്പോൾ നാം ദൈവത്തെ ഓർക്കുന്നു, ദൈവത്തിൻ്റെ പ്രോജക്റ്റിനെ ഓർക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്ക് നാം കടക്കുന്നു, നാം ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.